ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ബീഫ് ബിന്ദി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിനായിട്ട് കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്, സവോള, ലെമൺ, മല്ലി, മുഴുവൻ മല്ലിയാണ്, പിന്നെ ബേ ലീവ്സ്, ജീരകം, വലിയ ജീരകം, ചുക്ക്, ഏലക്ക, പട്ട, മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ക്യൂബ്സിൽ ചിക്കൻ ക്യൂബ്സ്. അടുത്ത് കുക്കറിൽ കത്തിച്ചു. കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഒലീവ് ഓയിൽ ഒഴിച്ച ചെറുതായി ചൂടായ ശേഷം നമുക്കിതെല്ലാം ഇടാം. മല്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ബേ ലീവ്സ് എല്ലാം ഇട്ടിട്ട് ഇളക്കാം. എല്ലാം ചൂടായിട്ട് വരട്ടെ. അത് ഇതിൻ്റെ സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് സവോള ആഡ് ചെയ്യാം. സവോള ആഡ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ട് അത് ഇളക്കിയ ശേഷം സവോള ഒന്ന് ചെറുതായിട്ട് വാടി വരുമ്പോൾ മാഗി ക്യൂബ്സ് ഇടാം. 2 ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ. അതിനൊന്ന് നന്നായി ഉടച്ചിട്ട് ആ ക്യൂബ്സിനൊന്ന് ഉടച്ച് അതിലേക്ക് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിക്കുക. മുഴുവൻ മല്ലിയിൽ ഏത് മന്തിക്കും ആ മുഴുവൻ മല്ലി ഇടുമ്പോഴുള്ള ഫ്ലേവർ വേറെയാണ്. ആ മുഴുവൻ മല്ലി എടുത്ത് ആ ഗ്രേവിയിലേക്ക് ഇടുക. അപ്പോൾ നല്ല സ്മെല്ല് വരും. നല്ല സ്മെല്ല് വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ ഇട്ടു. നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. കാശ്മീരി ആകുമ്പോൾ അതിൻ്റെ ഒരു കളറ് കിട്ടും. സോൾട്ട് ആഡ് ചെയ്തു. നന്നായി ഇളക്കിയ ശേഷം നമ്മുടെ ബീഫിനെ അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ലെമൺ ഒഴിച്ചിട്ടുണ്ട്. ബീഫ് അതിന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലെമൺ ഒഴിച്ചത്. ബീഫ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മല്ലിയിലയും പുതിനയിലൊക്കെ ആഡ് ചെയ്ത് നന്നായി വേവിച്ചെടുക്കാം. തിള വന്നു. നന്നായി വേവിച്ച് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ട്. നന്നായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. മന്തിൻ്റെ പൗഡർ ഞാൻ ആഡ് ചെയ്തു. ശേഷം നന്നായി വേവിച്ചെടുക്കാം. ചോറ് ഞാൻ വേറെ സെപ്പറേറ്റ് വേവിച്ച് വെച്ചതാണ്. തിളപ്പിച്ചിട്ട് അതിന് ഊറ്റി വേർതിരിച്ചെടുത്തതാണ് ചോറ്. ബീഫ് വന്നിട്ടുണ്ട്. ബീഫിനെ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം. ബീഫിനെല്ലാം മാറ്റിയിട്ട് റൈസും ബീഫും കൂടെ നന്നായി മിക്സ് ചെയ്ത് വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് റൈസ് ഇട്ടു. എന്നിട്ട് ബീഫ് മാറ്റി വെച്ചതുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ആ ബീഫ് മാറ്റി വെച്ചതിൻ്റെ ആ ഗ്രേവി പേസ്റ്റ് പോലുള്ള ഗ്രേവി മാത്രം ചോറിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ ആഡ് ചെയ്യാം. അങ്ങനെ 2 സൈഡിലും ഇങ്ങനെ ആഡ് ചെയ്ത് നമുക്കതിനെ ബാക്കി ആ ബീഫിൻ്റെ പീസിനെ മാത്രം എടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ഒന്ന്
ഫ്രൈ ആക്കി എടുത്തു. എന്നിട്ട് ഞാനത് സ്മോക്ക് ചെയ്യാം. അതിന് സ്മോക്ക് ചെയ്തെടുക്കാം. ഒന്നായി പോകാനൊന്നും വന്നില്ല, എന്നാലും ഫിനിഷിങ് പോയിൻ്റ് വേണ്ടേ, അതിനുവേണ്ടി അത് ചെയ്തു. മുളകൊക്കെ ഞാൻ കുത്തി വെച്ചിട്ടുണ്ട്, ഗ്രീൻ ചില്ലി. അപ്പം അടിപൊളി സൂപ്പർ ബീഫ് മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം.